92ാമത് ശിവഗിരി തീർത്ഥാടനത്തിന് തുടക്കമായി. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ പതാക ഉയർത്തി. ലോകസമാധാനത്തിന് ഗുരുസന്ദേശങ്ങൾ വഴികാട്ടിയാണെന്ന് ലോകാരാധ്യനായ മാർപ്പാപ്പ പ്രഖ്യാപിച്ചത് ഗുരുദർശനങ്ങളുടെ ശക്തി വെളിവാക്കുന്നതാണെന്ന് സച്ചിദാനന്ദ സ്വാമി പറഞ്ഞു. തദ്ദേശ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പുലർച്ചെ 5 മണിയോടെ ശിവഗിരി ശാരദാമഠത്തിലെ വിശേഷാൽ പൂജയോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. തീർത്ഥാടനത്തിന് തുടക്കമിട്ട് സ്വാമി സച്ചിദാനന്ദ പതാക ഉയർത്തി. അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടാണ് സമ്മേളനം തുടങ്ങിയത്. കേരളത്തിന് ഒരേ ഒരു ആചാര്യനേ ഉള്ളൂ, അത് ശ്രീനാരായണ ഗുരുവെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത മന്ത്രി എം ബി രാജേഷ് പറഞ്ഞു. ആധുനിക കേരളത്തിന്റെ ശിലാസ്ഥാപനമാണ് അരുവിപ്പുറത്ത് ഗുരു നടത്തിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒറ്റവരിയിൽ ശ്രീനാരായണ ഗുരു കേരളത്തിന് ആരാണ് എന്ന് നിർവചിക്കാൻ പറഞ്ഞാൽ ആധുനിക മതനിരപേക്ഷ ജനാധിപത്യ കേരള സമൂഹത്തിന്റെ ശിലാസ്ഥാപനം നടത്തിയയാളാണ് ശ്രീനാരായണ ഗുരു എന്ന് പറയാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. 3 ദിവസങ്ങളിലായി 10 സമ്മേളനങ്ങൾ തീർത്ഥാടനത്തിന്റെ ഭാഗമായി നടക്കും. തീർത്ഥാടന മഹാസമ്മേളനം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പുറപ്പെട്ടിട്ടുള്ള തീർത്ഥാടന പദയാത്രകൾ ഇന്ന് രാത്രിയോടെ ശിവഗിരിയിൽ എത്തും. 31-ന് തീർത്ഥാടന ഘോഷയാത്ര നടക്കും. ജനുവരി 1-ന് തീർത്ഥാടനം സമാപിക്കും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.